Okay, hi, good evening, my dear student. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ KUHSന്റെ ടെക്സ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആദ്യം എടുത്തത്. അപ്പോൾ ഇന്ന് ഒരു കുട്ടി ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് KUHSന്റെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തത് നമ്മുടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിന്റെ സെലക്ട് ചെയ്യായിരുന്നു എന്ന്. പക്ഷെ അത് നിങ്ങൾ ഒരു വ്യത്യാസമായിട്ട് കാണേണ്ട കാര്യമില്ല. KUHS ആയാലും കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി ആയാലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും നിങ്ങൾക്ക് രണ്ട് പേർക്ക്, അതായത് കേരളത്തിലല്ല ഇന്ത്യ ഫുള്ളായിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലുള്ള നഴ്സിംഗ് സ്റ്റുഡൻസ് ആയാലും പഠിക്കുന്നത് ഒരേ സിലബസ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് പ്രീവിയസ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലുള്ളവർ കേരള യൂണിവേഴ്സിറ്റി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ കമ്പൈൻ ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കാരണം രണ്ട് പാർട്ടിക്കാർക്ക് നിങ്ങൾക്ക് ഒരേ എക്സാം പാറ്റേണും ഒരേ സിലബസും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ് എക്സാമിന് വരുന്നത്. അതിലൊരു വ്യത്യാസവുമില്ല. നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിക്കാർക്ക് റൈറ്റ് ഏട്രിയം ചോദിച്ചു, അല്ലെങ്കിൽ അവിടെ സ്പൈനൽ നർവ്സ് ചോദിച്ചു, അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും വരുന്നത്. സെയിം ഒരേ സമയത്ത് ഒരേ ക്വസ്റ്റ്യൻസ് വരുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് കമ്പൈൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും കേട്ടോ. അപ്പം അതുകൊണ്ട് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കാർ ഇത് KUHS ആണ് എന്ന് വിചാരിച്ചിട്ട് കാണാതെ ഒന്നും ഇരിക്കുക, പഠിക്കാതിരിക്കുക, അങ്ങനെ ചെയ്യരുത്. ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിനെ അല്ല, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആ ടോപ്പിക്കാണ് കേട്ടോ. അതായത് കേരള യൂണിവേഴ്സിറ്റി ചോദിച്ചു എന്ന് വെച്ചിട്ട് അത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ചോദിക്കാതിരിക്കില്ല, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്കുള്ള ലക്ഷ്യം ഒന്നേ ഉള്ളൂ, പഠിക്കുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ എക്സാമിന് ചോദിച്ചു വന്ന ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് കവർ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. യൂണിവേഴ്സിറ്റി എക്സാമിന് നേരത്തെ തന്നെ നന്നായിട്ട് മെൻ്റലി പ്രിപ്പയർ ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ലക്ഷ്യം. അതിപ്പോൾ റിസോഴ്സസ് ഇന്ത്യക്ക് ഉള്ളിലുള്ളതായാലും കേരളത്തിലുള്ളിലുള്ളതായാലും അല്ലെങ്കിൽ ഔട്ട്സൈഡ് കൺട്രീസിലുള്ള ടെക്സ്റ്റ് ബുക്കുകളായാലും എത്രയോ ബുക്കുകളാണ് നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടി പുറമേയുള്ള ആൾക്കാർ എഴുതിയ ബുക്കുകൾ പഠിക്കുന്നത്. അത് നമുക്കുള്ള സിലബസ് അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് അതൊന്നും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് ഏത് തന്നെയായാലും നമ്മൾ അത് യൂസ് ചെയ്ത് മാക്സിമം നമ്മുടെ നോളജ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്. ഇപ്പോൾ ഇന്നലെ നമ്മൾ സ്പൈനൽ നെർവായിരുന്നു പഠിച്ചത്. അപ്പോൾ നിങ്ങൾ അതെല്ലാവരും നന്നായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്? ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം ഒരുവിധം ഒന്ന് ക്ലിയർ ആയോ? പലർക്കും സമയം കിട്ടിയിട്ടുണ്ടാവത്തില്ല കാണാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടും. സമയം കിട്ടിയവരെല്ലാം പഠിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ക്ലിയർ അല്ലേ? സൗണ്ടൊക്കെ ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് മറുപടി ഇടുമോ? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ, സെയിം പാറ്റേൺ ആണ്. ഓക്കെ, സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൊറോണറി സൈനസ് ഓപ്പൺസ് ഇൻടു. അപ്പം ഈ കൊറോണറി സൈനസ് എന്താണെന്ന് അറിയോ? കൊറോണറി എന്നുള്ള വേർഡിൽ നിന്ന് നമുക്ക് ഓർമ്മ വരണം, ഇറ്റ്സ് റിലേറ്റഡ് ടു ഹാർട്ട് അല്ലേ? ഹാർട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കൊറോണറി എന്ന് പറയുന്നത്. അപ്പോൾ കൊറോണറി ആർട്ടറീസ് നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ആർട്ടറി, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആർട്ടറീസ് ഗിവിംഗ് ബ്ലഡ് സപ്ലൈ ടു ഹാർട്ട്. അതാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. അതിൽ ഈ കൊറോണറി സൈനസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? കൊറോണറി സൈനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഓർഗൻസിനും, നമ്മുടെ ശരീരത്തിലെ സ്റ്റോമക്ക്, അതുപോലെ ഇൻഡസ്റ്റൈന്, അതുപോലെ പാങ്ക്രിയാസ്, ലിവർ, ഇതുപോലെ ഓരോ ഓർഗൻസിനും ആർട്ടറിയും ഉണ്ട്. അതിൽ നിന്ന് തിരിച്ച് ആ ബ്ലഡ് നമ്മുടെ യൂസ് കഴിഞ്ഞതിന് ശേഷം ആ ബ്ലഡ് തിരിച്ചു പോകാൻ വേണ്ടി അവിടെ വെയിനുകളും ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിനും എന്തുണ്ട്? കൊറോണറി ആർട്ടറീസും ഉണ്ട്, കൊറോണറി വെയിൻസും ഉണ്ട്. അപ്പോൾ ഈ കൊറോണറി ആർട്ടറീസിൽ നിന്നും ബ്ലഡ് നമ്മുടെ കാർഡിയാക് മസിൽസ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മസിൽസിന് ബ്ലഡ് കിട്ടുന്നു. അവിടെ ആ ആവശ്യത്തിന് ശേഷം, നമ്മുടെ യൂസിന് ശേഷം ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് എങ്ങോട്ട് പോകും? കാർഡിയാക് നമ്മുടെ കൊറോണറി വെയിൻസിലോട്ട് പോകും. ഈ കൊറോണറി വെയിൻസിലൂടെ ഇവയെല്ലാം വന്ന് കളക്ട് ചെയ്യുന്നത് എവിടെയാണ്? കൊറോണറി സൈനസ് എന്ന് പറയുന്നത് ചെറിയൊരു സ്പേസ് ആണ്, ഒരു ചെറിയ ഡക്റ്റ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു സ്പേസ് പോലെ, ഒരു ചെറിയൊരു ക്യാവിറ്റി പോലെയുള്ള ഭാഗമാണ് കൊറോണറി സൈനസ് എന്ന് പറയുന്നത്. ഈ കൊറോണറി സൈനസിൽ നിന്ന് ഈ ബ്ലഡ് നമ്മുടെ ഹാർട്ടിനുള്ളിലോട്ട് തന്നെയാണ് ഓപ്പൺ ആകുന്നത്. അത് ഏത് ചാമ്പറിലാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടുത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കൊറോണറി സൈനസ് ഓപ്പൺസ് ഇൻടു വിച്ച് ചാമ്പർ? റൈറ്റ് ഏട്രിയം ആണോ, ലെഫ്റ്റ് ഏട്രിയം ആണോ, റൈറ്റ് വെൻട്രിക്കിൾ ആണോ, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണോ എന്നുള്ളത്. ഓക്കെ, നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, റൈറ്റ് ഏട്രിയം ആണ്.
ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം നിങ്ങൾ അനാട്ടമി ഫിസിയോളജി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. പഠിച്ചിട്ടില്ല, ഡൗട്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പഴയ വീഡിയോസ്, അതായത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുന്നേ എടുത്ത വീഡിയോസിനകത്ത് കാർഡിയോവാസ്കുലർ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടാണ് അനാട്ടമി ഫിസിയോളജി കമ്പൈൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ്, 10 മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഏത് ഏരിയയിലും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള പോർഷനാണ് നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നിവിടെ ഈ കൊറോണറി സൈനസ് എന്നുള്ള കാര്യം കാണുമ്പോൾ നമുക്ക് ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ജസ്റ്റ് ഹാർട്ടിൻ്റെ സ്ട്രക്ചറാണ്. ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ പുറമേയുള്ള സ്ട്രക്ചറാണ്. അത് ഫ്രണ്ടിൽ നിന്നും ഇത് ബാക്കിൽ നിന്നും ഉള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഹാർട്ടിലെന്ന് പറയുമ്പോൾ 4 ചാമ്പർ ഉണ്ട് അല്ലേ. ഹാർട്ടിന്റെ ക്രോസ് സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ 4 ചാമ്പർ ഉണ്ട്. മുകളിലുള്ള ചാമ്പറുകൾ എന്താണ് പറയുന്നത്? ഏട്രിയം എന്നാണ് പറയുന്നത്. താഴെയുള്ള ചാമ്പറുകൾ നമ്മൾ വെൻട്രിക്കിൾ എന്നാണ് പറയുന്നത്. അത് അറിയാലോ, നമ്മൾ ഇന്റേണൽ സ്ട്രക്ചറിൽ വരുന്നതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഇവിടെ നോക്കുക, ഇത് നമ്മുടെ പുറമേയുള്ള സ്ട്രക്ചറാണ്. ഇവിടെയാണ് നമുക്ക് കാർഡിയാക് വെയിൻസ് കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മുടെ ഇവിടെ കാർഡിയാക് ആർട്ടറീസ് ആണ് ഈ റെഡ് കളറിൽ കാണുന്നത്. അതുപോലെ ഇനി ഇപ്പുറത്തായിട്ട് അടുത്തായിട്ട് എന്തുണ്ട്? ബ്ലൂ കളറിൽ കാണുന്നുണ്ട്. അതെന്താണ്? കാർഡിയാക് വെയിൻസ് ആണ്. ഹാർട്ടിന്റെ മസിൽസ് അല്ലെങ്കിൽ കാർഡിയാക് മസിൽസിന് ബ്ലഡ് കൊടുക്കുന്നത് കൊറോണറി ആർട്ടറീസും ആ ബ്ലഡ് തിരികെ ആഫ്റ്റർ യൂസ് കൊറോണറി വെയിൻസ് വഴി എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്ത് ഇതിന്റെ ബാക്ക് സൈഡ്, ഹാർട്ടിന്റെ ബാക്ക് സൈഡ് എല്ലാ വെയിനുകളും ജോയിൻ ചെയ്ത് ഈ ഒരു ഭാഗത്തോട്ട് എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തിനാണ് എന്ത് പറയുന്നത്? കൊറോണറി സൈനസ് എന്ന് പറയുന്നത്. കൊറോണറി സൈനസ് എന്ന് പറയുന്നത് എവിടെയാണ് ഹാർട്ടിൽ കാണുന്നത്? ഹാർട്ടിന്റെ ഏറ്റവും ബാക്ക് സൈഡിൽ കൊറോണറി സൈനസ് കാണപ്പെടുന്നത്. ഇവിടെ കളക്ട് ചെയ്യുന്ന നമ്മുടെ ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ വെയിനുകളിലൂടെ വന്ന ഇംപ്യൂർ ബ്ലഡ് ഇവിടെ കളക്ട് ചെയ്യുകയും ഇത് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഹാർട്ടിന്റെ ഉള്ളിലോട്ട് ഓപ്പൺ ആവുകയും ചെയ്യുന്നു. ഹാർട്ടിന്റെ ഉള്ളിലോട്ട് ഓപ്പൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയത്തിന് ഉള്ളിലോട്ടാണ് ഓപ്പൺ ആകുന്നത്. അതാണ് നമ്മുടെ വൺ വേർഡ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻ അതായിരുന്നു കേട്ടോ. അതിന്റെ ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലോട്ടുള്ള സ്ട്രക്ചർ നോക്കാം. ഇതാണ് നമ്മുടെ ഇന്റേണൽ സ്ട്രക്ചർ. നിങ്ങൾക്ക് 10 മാർക്കിന് ഹാർട്ടിന്റെ ക്വസ്റ്റ്യൻ വരാം. ഹാർട്ടിന്റെ സ്ട്രക്ചർ വരച്ച് അടയാളപ്പെടുത്തി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിനെ മാത്രമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. റൈറ്റ് ഏട്രിയം മാത്രമായിട്ട് 5 മാർക്കിന് ഷോർട്ട് എസ്സേ ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഹാർട്ടിന്റെ സ്ട്രക്ചർ ഞാനിവിടെ ചുരുക്കി ഒന്ന് പറയാം. ഹാർട്ടിന് 4 ചാമ്പർ ആണുള്ളത്. ഹാർട്ടിന് 4 ചാമ്പർ ഉണ്ട്. മുകളിലുള്ള 2 ചാമ്പറിന് എന്ത് പറയുന്നു? ഏട്രിയം എന്ന് പറയുന്നു. ഇവിടെ 2 ഏട്രിയം ഉണ്ട്. റൈറ്റ് സൈഡിലുള്ള ഏട്രിയത്തിന് റൈറ്റ് ഏട്രിയം എന്നും ലെഫ്റ്റ് സൈഡിലുള്ള ഏട്രിയത്തിന് ലെഫ്റ്റ് ഏട്രിയം എന്നും പറയുന്നു. ഇനി താഴെയുള്ള 2 ചാമ്പറിന് വെൻട്രിക്കിൾ എന്ന് പറയുന്നു. റൈറ്റ് സൈഡിലുള്ള വെൻട്രിക്കിളിന് റൈറ്റ് വെൻട്രിക്കിൾ എന്നും ലെഫ്റ്റ് സൈഡിലുള്ള വെൻട്രിക്കിളിന് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നും പറയുന്നു. ഇനി ഈ ഹാർട്ടിനെ നടുക്കുകൂടെ സെൻട്രലിലൂടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു മസ്കുലർ സെപ്റ്റം ഉണ്ട്. അതിനെ എന്ത് പറയുന്നു? നമ്മൾ നമ്മുടെ എന്തിനേയും ഡിവൈഡ് ചെയ്യുന്ന ഒരു സെപ്റ്റം അല്ലെ, അതിന് ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന്, അതായത് ഏട്രിയം ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തിന് ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്നും വെൻട്രിക്കിളിന് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഭാഗത്തിന്റെ സെപ്റ്റത്തിന് എന്ത് പറയുന്നു? ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയുന്നു. ഇവിടെയുണ്ട് ഇന്റർ ഏട്രിയൽ സെപ്റ്റം, ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. Septum dividing 2 atrium is called interatrial septum. Septum dividing 2 ventricles is called as interventricular septum. അത് 4 ചേമ്പറും അതിന് നടുക്കിലൂടെ പോകുന്ന ആ ഒരു സെപ്റ്റവും നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി അറിയേണ്ടത് ഇവിടെ ഒരു വാൾവ് ഉണ്ട്. ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു തരാം. ഇവിടെ ഒരു വാൾവ് ഉണ്ട്. വളരെ ഒൺവേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഹാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ റൈറ്റ് സൈഡ് ഹാർട്ടിന്റെ ഏട്രിയത്തിനും വെൻട്രിക്കിളിനും ഇടയിലായിട്ട് ഒരു വാൾവ് ഉണ്ട്. അതിനെ 3 ഇതളുകളുള്ള വാൾവ് എന്നാണ് പറയുന്നത്. അതായത് ട്രൈകസ്പിഡ് വാൾവ് എന്നാണ് പറയുന്നത്. ട്രൈകസ്പിഡ് വാൾവ്. ഓക്കെ, ട്രൈകസ്പിഡ് വാൾവ് 3 ഇതളുകൾ പോലെ വരുന്ന വാൾവ് എന്നാണ് പറയുന്നത്. ലെഫ്റ്റ് സൈഡില് ഏട്രിയവും വെൻട്രിക്കിളിനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് 2 ഇതളുകളുള്ള ഒരു വാൾവ്. 2 ഇതളുകൾ, അതിന് ബൈകസ്പിഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ബൈകസ്പിഡ് എന്നാണ് പറയുന്നത്. ബൈകസ്പിഡ് വാൾവ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ മറ്റൊരു പേര് അതിന് പറയുന്നത് മിട്രൽ വാൾവ്. അതും ഒൺവേർഡ് ക്വസ്റ്റിന് ചോദിക്കാവുന്നതാണ്. മിട്രൽ വാൾവ്. ഓക്കെ, വലത് സൈഡിലാണ് ട്രൈകസ്പിഡ് വാൾവും ഇടത് സൈഡിലാണ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് മിട്രൽ വാൾവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൾവ് എന്ന് അറിയപ്പെടുന്നത്. ഇവ ഏതിനെയൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? റൈറ്റ് ഏട്രിയത്തിനും
റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലായി കാണപ്പെടുന്നത് ട്രൈക്കസ്പിഡ് വാൾവും ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലായി കാണപ്പെടുന്നത് ട്രൈക്കസ്പിഡ് വാൾവും ആണ്. എന്താണ് ഈ വാൾവിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് അടുത്ത് നമ്മൾ ഫിസിയോളജി പഠിക്കുമ്പോൾ പഠിക്കും. ഇനി നമുക്ക് ഇതിന്റെ ജസ്റ്റ് ചുരുക്കി ഒന്ന് സർക്കുലേഷൻ ഞാൻ പറയാം. നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തുമുള്ള ബ്ലഡ്, എല്ലാ ഭാഗത്തേക്കും ഉള്ള ബ്ലഡും എല്ലാ ഭാഗത്തും നിന്നുള്ള ബ്ലഡും നമ്മുടെ ഹാർട്ടിനുള്ളിലൂടെ തന്നെ ഒഴുകണം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ചട്ടം. അതുകൊണ്ടാണ് നമ്മുടെ ഹാർട്ടിന് ഇരട്ട പമ്പ്, ഡബിൾ പമ്പിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പറയാം, നമ്മുടെ തല മുതൽ നമ്മുടെ ഹെഡ്, നെക്ക്, അപ്പർ ബോഡി പാർട്സിൽ നിന്നുള്ള ബ്ലഡ് എല്ലാം കൂടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള വെയിനുകളെല്ലാം പരസ്പരം ജോയിൻ ചെയ്ത് ബിഗ് വെയിനുകളായി അവസാനം സുപ്പീരിയർ വീന കാവ എന്നുള്ള ഒരു ബിഗ് വെയിനിലൂടെ എത്തുന്നു. നമ്മുടെ ബോഡിയുടെ ലോവർ പാർട്ടിൽ, നമ്മുടെ ശരീരത്തിന്റെ ലോവർ പാർട്സിലുള്ള എല്ലാ വെയിനുകളും എല്ലാ ഓർഗൻസിൽ നിന്നുള്ള ബ്ലഡും കളക്ട് ചെയ്തിട്ട് അവയെല്ലാം കൂടി ജോയിൻ ചെയ്ത് ഇവിടെ എത്തുന്നു. ഇൻഫീരിയർ വീനക്കാവ എന്ന് പറയുന്ന മറ്റൊരു ബിഗ് വെയിനിലൂടെ എത്തുന്നു. ഇവ രണ്ടും ഓപ്പൺ ആകുന്നു. നമ്മുടെ പിക്ചർ വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വെൻട്രിക്കിളിന്റെ സൈഡിലാണ് ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നതെങ്കിലും ഇത് ഓപ്പൺ ചെയ്യുന്നത്, രണ്ടും ഓപ്പൺ ചെയ്യുന്നത് റൈറ്റ് ഏട്രിയത്തിലാണ്. അതിനോടൊപ്പം മറ്റൊന്ന് നമ്മൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ വായിച്ചു, എന്തായിരുന്നു? നമ്മുടെ കൊറോണറി സൈനസ്, നമ്മുടെ ഹാർട്ടിന്റെ പുറമെയുള്ള വെയിനുകളിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്ത് കൊറോണറി സൈനസ് അത് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്? റൈറ്റ് ഏട്രിയത്തിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വെയിനുകളിൽ നിന്നും എക്സെപ്റ്റ് പൾമണറി വെയിൻ, ഓക്കെ, പൾമണറി വെയിൻ ഒഴികെ ബാക്കി എല്ലാ വെയിനുകളിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്ത് സുപ്പീരിയർ വീനക്കാവ വഴിയും ഇൻഫീരിയർ വീനക്കാവ വഴിയും പിന്നെ നമ്മുടെ കൊറോണറി സൈനസ് വഴിയും എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ ബ്ലഡിനെ കൊണ്ടെത്തിക്കുന്നു. കേട്ടോ, ഇതെന്ത് ചെയ്യുന്നു? ഇതെന്ന് പറഞ്ഞാൽ ഇംപ്യൂർ ബ്ലഡ് ആണ്, കാർബോക്സിനേറ്റഡ് ബ്ലഡ് ആണ്. ഈ ബ്ലഡ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ നിറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അവിടെ പ്രഷർ കൂടുന്നു. പ്രഷർ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു റൈറ്റ് ഏട്രിയത്തിൽ നിന്നും തൊട്ട് താഴോട്ടുള്ള ഈ ഒരു വാൾവ് വഴി, ഈ ഒരു ഓപ്പണിംഗ് വഴി എന്ത് ചെയ്യുന്നു? ഈ ബ്ലഡ് താഴോട്ട് ഒഴുകാൻ തുടങ്ങും. എങ്ങോട്ടാണ് ഒഴുകുന്നത്? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ഒഴുകും. ഓക്കെ, റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ഒഴുകും. നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലോട്ട് വരുന്ന ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിനുള്ളിൽ സ്പേസ് ഉള്ളത് കൊണ്ട് അതിനുള്ളിലോട്ട് ഒഴുകുന്നു. ഓക്കെ, വൺസ് ദിസ് വെൻട്രിക്കിൾ ഈസ് ഫിൽഡ്, അതായത് ഈ ഒരു വെൻട്രിക്കിൾ നിറയുമ്പോൾ അവിടെ ആ ഒരു പ്രഷർ കാരണം നമ്മുടെ ഈ ഒരു ട്രൈക്കാസ്പിഡ് വാൾവ് അവിടെ ക്ലോസ് ആകുകയും ഫർദർ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ബ്ലഡ് താഴോട്ട് ഒഴുകാൻ പറ്റാതെയും വരുന്നു. അവിടെ ബ്ലോക്ക് ആകുന്നു, ക്ലോസ്ഡ് ആകുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഒരു പ്രഷർ കാരണം റൈറ്റ് വെൻട്രിക്കിളിലുള്ള ബ്ലഡ് എങ്ങോട്ട് പോകും? ഇവിടെ ഒരു വാൾവ് ഉണ്ട്, ഇവിടെ വേറൊരു ആർട്ടറി ഉണ്ട്. ഇത് ഏതാണ് ആർട്ടറി? പൾമണറി ആർട്ടറി എന്നാണ് പറയുന്നത്. പൾമണറി ആർട്ടറി. ഓക്കെ, പൾമണറി ആർട്ടറി ഏത് ചാമ്പറിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പൾമണറി ആർട്ടറി ഉണ്ട്. അങ്ങോട്ട് ഈ ബ്ലഡ് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഈ ബ്ലഡ് ഉള്ളിലോട്ട് പോകുമ്പോൾ ഇവിടെയും ഒരു വാൾവ് ഉണ്ട്. ആ വാൾവിന്റെ പേരാണ് സെമി ലൂണാർ വാൾവ് എന്നാണ് പറയുന്നത്. അതിനകത്ത് ബ്ലഡ് ഇല്ല എങ്കിൽ അത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് പൾമണറി ആർട്ടറിക്കുള്ളിലോട്ട് പമ്പ് ചെയ്യുകയും മാക്സിമം നമ്മുടെ പൾമണറി ആർട്ടറിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ബ്ലഡ് ഉള്ളിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെയുള്ള ഈ വാൾവ് അവിടെ ക്ലോസ് ആകുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? പൾമണറി ആർട്ടറിക്ക് ഉള്ളിലോട്ട് പോയ ബ്ലഡ് തിരിച്ച് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് വരാതിരിക്കാൻ വേണ്ടി. ക്ലിയർ ആയോ? അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറയാം. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും അപ്പർ പാർട്ടിലും ലോവർ പാർട്ടിലുമുള്ള ബ്ലഡ് കളക്ട് ചെയ്ത് പല പല വെയിനുകളിലായി സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും കൊറോണറി സൈനസുമായിട്ട് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് എത്തിക്കുന്നു. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്ന ബ്ലഡ് ഒഴുകി താഴെ റൈറ്റ് ഏട്രിയത്തിൽ ബ്ലഡ് എത്തുന്നു. ആ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ഒഴുകി എത്തുന്നു. ഈ റൈറ്റ് വെൻട്രിക്കിൾ നിറയുമ്പോൾ ഈ റൈറ്റ് ഏട്രിയത്തിനും വെൻട്രിക്കിളിനും ഇടയിലുള്ള ആ ഒരു വാൾവ്, അതേതാണ് വാൾവ്? ട്രൈക്കാസ്പിഡ് വാൾവ്. ഇത് ക്ലോസ് ആകുന്നു. ക്ലോസ് ആയി കഴിയുമ്പോൾ ഇവിടെയുള്ള ബ്ലഡ് മുകളിലോട്ട് പോകത്തില്ല, പകരം എങ്ങോട്ട് പോകും? ഇത് നമ്മുടെ പൾമണറി ആർട്ടറിക്കുള്ളിലോട്ട് പമ്പ് ചെയ്യും. കാരണം ഇവിടെ പ്രഷർ വരുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി കൺട്രാക്ട് ചെയ്യും. കണ്ടക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്, അവിടെ നമ്മൾ പഠിക്കും. അവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ടാകുന്നതും ഹാർട്ടിന്റെ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നതും. ഹാർട്ടിന്റെ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ബ്ലഡ് എങ്ങോട്ടെങ്കിലും ഒഴുകണമല്ലോ. അതിനാകെ ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ പൾമണറി ആർട്ടറിക്കുള്ളിലോട്ട് ഒഴുകുകയാണ്. പൾമണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് ഒഴുകുന്നത്? ഇവിടെ നിന്ന് കോമൺ പൾമണറി ആർട്ടറി റൈറ്റും ലെഫ്റ്റുമായിട്ട് ഡിവൈഡ് ചെയ്ത് റൈറ്റ് ലങ്ങിലോട്ടും ലെഫ്റ്റ് ലങ്ങിലോട്ടുമാണ് പോകുന്നത്. ശ്വാസകോശങ്ങളിലോട്ടാണ് അത് പോകുന്നത്. എന്തിനു വേണ്ടിയിട്ട്?
ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ മസിൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് സെമി ലൂണാർ വാൾവ് വഴി പൾമണറി ആർട്ടറിക്കുള്ളിലോട്ട് പോകുന്നു. പൾമണറി ആർട്ടറിക്കുള്ളിൽ പ്രഷർ കൂടുമ്പോൾ ഈ സെമി ലൂണാർ വാൾവ് ക്ലോസ് ആവുകയും തിരിച്ച് ഈ ബ്ലഡ് തിരിച്ച് റൈറ്റ് വെൻട്രിക്കിലോട്ട് തിരിച്ചു വരാതെ തടയുകയും ചെയ്യുന്നു. ഫർദർ എന്ത് സംഭവിക്കും? പൾമണറി ആർട്ടറിയിലൂടെ ബ്ലഡ് ലങ്സിൽ പോവുകയും അവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടന്ന് അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം പുറത്ത് കളഞ്ഞ് അവിടെ സ്വീകരിക്കുന്ന ഓക്സിജനുമായിട്ട് പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് തിരിച്ച് പൾമണറി വെയിൻ വഴി, പ്യുവർ ബ്ലഡ് എന്ത് ചെയ്യുന്നു? പൾമണറി വെയിൻ വഴി നമ്മുടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏട്രിയത്തിൽ വന്നു ചേരുന്നു. ലെഫ്റ്റ് സൈഡിലുള്ള ഏട്രിയത്തിൽ വന്നു ചേരുന്നു. അപ്പോൾ അവിടെ എന്താണ്? അത് പ്യുവർ ബ്ലഡ് ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ പ്യുവർ ബ്ലഡ് ആണ് നമ്മുടെ ഹാർട്ടിൽ നിന്ന്, ലങ്സിൽ നിന്ന് ഹാർട്ടിലോട്ട് വന്നു ചേരുന്നത്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? സെയിം നമ്മുടെ റൈറ്റ് സൈഡ് പഠിച്ചതുപോലെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്ന ബ്ലഡും അവിടെ നമ്മുടെ ഈ ഒരു മിട്രൽ വാൾവ് വഴി അല്ലെങ്കിൽ ബൈകാസ്പിഡ് വാൾവ് വഴി ഒഴുകി താഴോട്ട് വരികയും നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ചാമ്പർ നിറയുകയും ചെയ്യുന്നു. ക്ലിയർ? ഇവിടുത്തെ പ്രഷർ കയറുമ്പോൾ എന്താ? ഇവിടുത്തെ ബ്ലഡ് നിറയുമ്പോൾ ഈ ഒരു വാൾവ് അങ്ങ് ക്ലോസ് ആകും, മിട്രൽ വാൾവ് ക്ലോസ് ആകും. ഈ മിട്രൽ വാൾവ് ക്ലോസ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഓട്ടോമാറ്റിക് നേരത്തെ പറഞ്ഞതുപോലെ കണ്ടക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫലമായിട്ട് ഇവിടെ മസിൽ എന്ത് ചെയ്യുന്നു? കൺട്രാക്ട് ചെയ്യുന്നു. ഇവിടുത്തെ ബ്ലഡ് എങ്ങോട്ട് പോകും? ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന അയോട്ട എന്ന ബ്ലഡ് വെസൽസ് അല്ലെ, നമ്മുടെ മഹാധമനി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ്, അയോട്ടയിലോട്ട് പമ്പ് ചെയ്യുന്നു. സെയിം ലൈക്ക് പൾമണറി ആർട്ടറി, ഇവിടെയും അയോട്ടയിലും എന്തുണ്ട്? അവിടെയും ഒരു സെമി ലൂണാർ വാൾവ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അയോട്ടയിൽ ഉള്ളിലോട്ട് പ്രവേശിച്ച ബ്ലഡ് തിരിച്ച് ലെഫ്റ്റ് വെൻട്രിക്കിൾ ചാമ്പറിലോട്ട് ബാക്ക് ഫ്ലോ സംഭവിക്കാതെ തടയാൻ വേണ്ടി അവിടെയും സെമി ലൂണാർ വാൾവ് ഉണ്ട്. ഈ അയോട്ട വഴി ബ്ലഡ്, ആർച്ച് ഓഫ് അയോട്ട വഴി, അതിൻ്റെ ഓരോ ഡിവിഷൻസ് വഴി നമ്മുടെ ശരീരത്തിൻ്റെ ഹോൾ ബോഡി, ഹാർട്ടിനും മറ്റ് ശരീരഭാഗങ്ങൾക്കും എല്ലാ ഭാഗങ്ങൾക്കും ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഹാർട്ടിന്റെ ഒരു സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ ഇരട്ട പമ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ശരീരത്തിൽ നിന്നുള്ള ബ്ലഡ് എല്ലാം കളക്ട് ചെയ്ത് റൈറ്റ് സൈഡിൽ വരുന്നു, അവിടെ നിന്ന് ലങ്സിലോട്ട് പോകുന്നു, ലങ്സിൽ നിന്ന് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ വരുന്നു, അവിടെ നിന്ന് നമ്മുടെ ശരീരത്തെ ഭാഗങ്ങളിലോട്ട് തിരിച്ച് വീണ്ടും ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. ഈ ഒരു ഇതാണ് സർക്കുലേഷനിൽ പഠിക്കാനുള്ളത്. ഇത് ഫിസിയോളജിയിലുള്ളതാണ്. ഹാർട്ടിലൂടെ ഇരട്ട സർക്കുലേഷൻ അല്ലെങ്കിൽ ഡബിൾ പമ്പിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊറോണറി സൈനസ് ഏത് ചാമ്പറിലാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളതാണ്. ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്? റൈറ്റ് ഏട്രിയത്തിലാണ്. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയ സമയത്ത് അവിടെ 5 മാർക്കിന് 10 മാർക്കിന് പല ക്വസ്റ്റ്യൻസ് ഉണ്ട് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ. പക്ഷെ അതിൽ നമ്മൾ ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്യാത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഏട്രിയം എന്ന് മാത്രം ചോദിച്ച് 5 മാർക്കിന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 5 മാർക്കിന് വന്നാൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം അതൊന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഹാർട്ട് എന്താണെന്ന് എഴുതണം. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ ഓർഗൻസ് ഉണ്ടോ? ഹാർട്ട് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, വെയിൻ ഉണ്ട്, ആർട്ടറീസ് ഉണ്ട്, വെയിൻ ഉണ്ട് അല്ലെ, ഇതൊക്കെ എഴുതുക. അതിനുശേഷം ഹാർട്ടിനെ കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ഹാർട്ട് എന്ന് പറഞ്ഞാൽ അത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ്. നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹാർട്ടാണ്. അതിൽ 4 ചേമ്പറുകളുണ്ട്, 2 ഏട്രിയം 2 വെൻട്രിക്കിളും എന്ന് പറഞ്ഞിട്ട്. അതിൽ അപ്പർ സൈഡിലുള്ള റൈറ്റ് സൈഡ് അപ്പർ ചാമ്പറിനെയാണ് റൈറ്റ് ഏട്രിയം എന്ന് പറയുന്നത് എന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ബാക്കി ഹാർട്ടിന്റെ ബാക്കി സ്ട്രക്ചറുകളെ കുറിച്ച് ഒന്നും എഴുതുന്നില്ല. എന്ത് ചെയ്യുന്നു? ബാക്കി റൈറ്റ് ഏട്രിയത്തിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം ഞാൻ അതിനകത്ത് പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്കിന് ചോദിച്ചാലും 5 മാർക്കിന് ചോദിച്ചാലും 2 മാർക്കിനായാലും 1 മാർക്കിനായാലും ഒക്കെ പോയിന്റ്സ് ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. റൈറ്റ് ഏട്രിയം നേരത്തെ പറഞ്ഞു റിസീവ്സ് ബ്ലഡ് ഫ്രം സിസ്റ്റമിക് സർക്യൂട്ട്. നമ്മുടെ ശരീരത്തിലെ സിസ്റ്റമിക് സർക്കുലേഷൻ കഴിഞ്ഞ് വരുന്ന ബ്ലഡ് ആര് സ്വീകരിക്കുന്നു? റൈറ്റ് ഏട്രിയം സ്വീകരിക്കുന്നു ത്രൂ 2 ഗ്രേറ്റ് വെയിൻസ്. ഏത് വഴിയാണ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് എത്തുന്നത്? 2 വലിയ വെയിനുകൾ, 2 ഗ്രേറ്റ് വെയിൻ. ഏതൊക്കെയാണ്? വൺ ഈസ് സുപ്പീരിയർ വീന കാവ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഫീരിയർ വീന കാവ. ഈ 2 വെയിനുകൾ വഴിയാണ് നമുക്ക് റൈറ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് കിട്ടുന്നത്. Superior vena cava opens into the posterior and superior portion of the right atrium. Right atriumത്തിന്റെ പോസ്റ്റീരിയർ പിൻഭാഗം, പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ? പിൻഭാഗം. ആൻഡ് സുപ്പീരിയർ മുകളിൽ, പിൻഭാഗത്തും ഹാർട്ടിന്റെ മുകൾ റൈറ്റ് ഏട്രിയത്തിന്റെ മുകളിൽ പിൻഭാഗത്തൂടിയാണ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിനുള്ളിലോട്ട് ആര് എൻ്റർ ആകുന്നത്? സുപ്പീരിയർ വീന കാവ എൻ്റർ ആകുന്നത്. ഇറ്റ് ഡെലിവേഴ്സ് blood to the right atrium
ഫ്രം ദ ഹെഡ്, നെക്ക്, അപ്പർ ലിംസ് ആൻഡ് ചെസ്റ്റ്. എവിടെ നിന്നൊക്കെയുള്ള ബ്ലഡിനെയാണ് റൈറ്റ് ഏട്രിയത്തിലോട്ട് സുപ്പീരിയർ വീന കാവ കൊണ്ടുവരുന്നത്? അതും ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ചോദിക്കാം ഇതിൽ വരാത്ത പാർട്ട് ഏത് എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി 1 മാർക്കിന് ചോദിക്കാവുന്നതാണ്. തലയിൽ നിന്ന്, ഹെഡിൽ നിന്നുള്ള ബ്ലഡ് കൊണ്ടുവരുന്നുണ്ട്, നെക്കിൽ നിന്നുള്ള ബ്ലഡ് കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ അപ്പർ ലിംസ് കൈകളിൽ നിന്നുള്ള ബ്ലഡ് കൊണ്ടുവരുന്നുണ്ട്, ചെസ്റ്റിലുള്ള ബ്ലഡും കൊണ്ടുവരുന്നത് ആരാനെയാണ്? സുപ്പീരിയർ വീന കാവ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഗ്രേറ്റ് വെയിൻ ആണ് ഇത്, ഇൻഫീരിയർ വീന കാവ. ഓക്കെ, ഏതാണ്? ഇൻഫീരിയർ വീന കാവ. ഇൻഫീരിയർ വീന കാവ ഓപ്പൺസ് ഇൻ ടു ദ പോസ്റ്റീരിയർ ഇൻഫീരിയർ പോർഷൻ ഓഫ് ദ റൈറ്റ് ഏട്രിയം. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിന്റെ താഴ്ഭാഗത്ത്, അതായത് ഇവിടെയാണ് ഓപ്പൺ ആവുന്നത് കേട്ടോ, താഴ്ഭാഗത്ത് പിൻഭാഗത്ത് പോസ്റ്റീരിയർ ഇൻഫീരിയർ ഭാഗത്തായിരുന്നു അത് ഓപ്പൺ ആകുന്നത്. ഇറ്റ് കാരീസ് ബ്ലഡ് ടു റൈറ്റ് ഏട്രിയം ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ട്രങ്ക്, വിസറ ആൻഡ് ദ ലോവർ ലിംസ്. എവിടെ നിന്നൊക്കെ ഭാഗങ്ങളിലാണ്? നമ്മുടെ ശരീരത്തിന്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും, ചെസ്റ്റ് വരെയുള്ള ബ്ലഡ് നമ്മുടെ സുപ്പീരിയർ വീന കവയിലാണ് പോയത്. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും, ചെസ്റ്റിന്റെ ബാക്കി ഭാഗം, അബ്ഡമിനൽ ഭാഗം, ഇന്റേണൽ ഓർഗൻസ്, ലോവർ അബ്ഡമിനൽ, ഈ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ ബ്ലഡും കളക്ട് ചെയ്ത് ഏത് വെയിൻ വഴിയാണ്, ഏത് ഗ്രേറ്റ് വെയിൻ വഴിയാണ് എത്തുന്നത്? ഇൻഫീരിയർ വീന കവ വഴി ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയത്തിൽ പോസ്റ്റീരിയർലി ഇൻഫീരിയർലി ഓപ്പൺ ചെയ്ത് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് എത്തുന്നു. ഇത് പ്രധാനപ്പെട്ട 2 വെയിനുകളെ കുറിച്ച് പറഞ്ഞാൽ, ദ കാർഡിയാക് വെയിൻസ് ഡ്രെയിനിങ് ദ മയോകാർഡിയം റിട്ടേൺ ബ്ലഡ് ടു കൊറോണറി സൈനസ്, എ ലാർജ് തിൻ വാൾഡ് വെയിൻ ദാറ്റ് ഓപ്പൺസ് ഇൻ ടു ദ റൈറ്റ് ഏട്രിയം ഇൻഫീരിയർ ടു ദ കണക്ഷൻ വിത്ത് ദ സുപ്പീരിയർ വീന കാവ. സുപ്പീരിയർ വീന കാവ ഓപ്പൺ ആകുന്നതിന് തൊട്ടു പിന്നിലായിട്ട് ആര് ഓപ്പൺ ആകുന്നുണ്ട്? കൊറോണറി സൈനസ് ഓപ്പൺ ആകുന്നുണ്ട്. ആരാണ് കൊറോണറി സൈനസ് എന്ന് പറയുന്നത്? നമ്മുടെ ഹാർട്ടിന്റെ ബ്ലഡ് തിരിച്ച് നമ്മുടെ ഹാർട്ടിനുള്ളിലോട്ട് പ്രവേശിക്കുന്നത് വെയിനുകളിലൂടെ, കാർഡിയാക് വെയിനുകളിലൂടെ അവ ജോയിൻ ചെയ്ത് നമ്മുടെ കൊറോണറി സൈനസിലോട്ട് എത്തുകയും അവിടെ നിന്ന് നമ്മുടെ ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയത്തിനുള്ളിലോട്ട് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അത്രയുമാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ റൈറ്റ് ഏട്രിയം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉണ്ട്, 1 വേർഡ് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസും ചോദിക്കാവുന്നതാണ്. ഫ്രം ദ 5th week ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് അൻറ്റിൽ ബർത്ത്, അമ്മയുടെ വയറ്റില് കുഞ്ഞുണ്ടായി 5ാമത്തെ വയസ്സ്, അതായത് എംബ്രിയോ സ്റ്റേജിൽ 5ാമത്തെ ആഴ്ച മുതൽ ജനനം വരെ, ടിൽ ബർത്ത്, an oval opening called foramen ovale. It's very important, 1 word question. Foramen ovale penetrates the interatrial septum and connects the two atrium of the fetal heart. അതായത് നോർമലി നമ്മുടെ ഹാർട്ടിൽ ഈ എന്താണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ ചാമ്പേഴ്സ് ആയിട്ടുള്ള, ഹാർട്ടിന്റെ അപ്പർ ചാമ്പേഴ്സ് ആയിട്ടുള്ള റൈറ്റ് ഏട്രിയത്തിന് ലെഫ്റ്റ് ഏട്രിയം ആണ് 2 ഏട്രിയങ്ങൾ അല്ലെ. ഇവയെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മസിൽ സെപ്റ്റം ഉണ്ട് അല്ലെ ഇതിനിടയിൽ. അതിനെയാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് പറയുന്നത്. ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് പറയുന്നത് ഇത് നോർമലി അഡൽട്ടിൽ ഈ ഇന്റർ ഏട്രിയൽ സെപ്റ്റത്തിൽ, അതായത് ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം, 4 ചേമ്പേഴ്സ്, ഏട്രിയം, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, ഇതിനിടയിലുള്ള ഈ സെപ്റ്റത്തിനെ പറയുന്നതാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം. അപ്പൊ കുഞ്ഞ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ഹാർട്ടില് 2 ഏട്രിയത്തിന് ഇടയിലുള്ള ഈ സെപ്റ്റത്തിനിടയിൽ ഒരു ഓവൽ ഷേപ്പില് ഒരു ഹോള് കാണപ്പെടുന്നു. അതിന് പറയുന്ന പേരെന്താണ്? ഫൊറാമൻ ഒവാലെ. ടിൽ ബർത്ത്, അതായത് 5ാമത്തെ ആഴ്ച മുതൽ കുഞ്ഞുണ്ടായി, അമ്മയുടെ വയറ്റിൽ കുഞ്ഞുണ്ടായി, എംബ്രിയോയിൽ 5ാമത്തെ ആഴ്ച മുതൽ ടിൽ ബർത്ത് ഈ ഹോൾ അവിടെ ഉണ്ടാകും. അതിന്റെ അർത്ഥം നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോവുകയും, അതെ നമ്മുടെ അല്ല കുഞ്ഞിന്റെ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് പോവുകയും ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് മൂവ് ചെയ്യുകയും ചെയ്ത് പരസ്പരം ഒരു മിക്സിംഗ് ഓഫ് ബ്ലഡ് അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു ഹോളിന് പറയുന്ന പേരാണ് ഫൊറാമൻ ഒവാലെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഫൊറാമൻ ഒവാലെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കാരണം നമുക്ക് അഡൽട്ട് ആയിട്ടുള്ള നമുക്ക് ആ ഒരു ഹോൾ ഇല്ല, അവിടെ നമ്മുടെ ഏട്രിയത്തിലുള്ള ബ്ലഡുകൾ തമ്മിൽ മിക്സ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഹോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ബിഫോർ ബർത്ത് ദ ഫൊറാമൻ ഒവാലെ പെർമിറ്റ്സ് ബ്ലഡ് ടു ഫ്ലോ ഫ്രം റൈറ്റ് ഏട്രിയം ടു ലെഫ്റ്റ് ഏട്രിയം. ക്ലിയർ ആയോ?
ജനനത്തിന് മുമ്പ്, അതായത് ശ്വാസകോശം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ലങ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ലങ്സ് എപ്പോഴാണ് ആദ്യമായി ഫങ്ഷൻ ചെയ്യുന്നത്? കുഞ്ഞ് ജനിച്ച് ആദ്യമായി കരയുമ്പോൾ, കുഞ്ഞ് ജനിച്ച് ആദ്യമായിട്ട് ബ്രീത്ത് എടുക്കുമ്പോഴാണ് നമ്മുടെ ലങ്സ്, കുഞ്ഞിൻ്റെ ലങ്സ് ആദ്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഈ ലങ്സ് ഫങ്ഷൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെയും ഈ ഹോൾ അവിടെ ഉണ്ട്. ഈ ഫൊറാമൻ ഒവാലെ അവിടെ ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ട്. ഏട്രിയത്തിലുള്ള ബ്ലഡുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുന്നും ഉണ്ട്. പക്ഷേ അറ്റ് ബർത്ത് കുഞ്ഞ് ജനിച്ച് ഈ ഒരു കുഞ്ഞ് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്ത് തുടങ്ങുമ്പോൾ, ലങ്സ് ഫങ്ഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ഫൊറാമൻ ഒവാലെ ക്ലോസ് ആയി തുടങ്ങുന്നു, അവിടെ അടയുന്നു. ആ ഒരു ഫൊറാമൻ ഒവാലിൽ നിന്നുള്ള ആ ഒരു സെപ്റ്റത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഓവൽ ഷേപ്പിലുള്ള ഹോള് അവിടെ അടഞ്ഞു തുടങ്ങുകയും അത് സ്ട്രോങ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് 3 മാസം, കുഞ്ഞ് ജനിച്ച് 3 മാസത്തിനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് സീൽ ഓഫ് ആകുകയും ചെയ്യുന്നു. ഇനി എന്നാൽ ചില കുട്ടികളിൽ അത് ക്ലോസ് ആകാതെയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ചില കാർഡിയാക് ഇഷ്യൂസ്, കൺജനിറ്റൽ കാർഡിയാക് ഇഷ്യൂസ് എന്ന് പറയാം. നിങ്ങൾ പീഡിയാട്രിക്സിൽ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് പഠിക്കുമ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്ര മാത്രം ഇപ്പൊ മനസ്സിലാക്കുക. എന്താണ് സംഭവിക്കുന്നത്? ഒരു കുഞ്ഞ് 5 ആഴ്ച പ്രായമാകുമ്പോൾ, എംബ്രിയോ ആയി 5 ആഴ്ച പ്രായമാകുന്നത് മുതൽ ജനനം വരെ അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞ്, അമ്മയുടെ യൂട്രസിനുള്ളിൽ അകത്തുള്ള കുഞ്ഞിന്റെ ഹാർട്ട് ഉണ്ടല്ലോ, ഹാർട്ടിനകത്ത് 4 ചാമ്പർ ഉണ്ട്. അതിൽ 2 ഏട്രിയം ഉണ്ട്, റൈറ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്. ഇതിൽ അവിടെ ആ ഒരു ഇടയ്ക്കുള്ള സെപ്റ്റത്തിൽ ഒരു ഹോള് കാണുന്നു. അതിനെ പറയുന്ന പേര് ഫൊറാമൻ ഒവാലെ എന്നാണ്. ഈ ഹോൾ ഉള്ളത് കൊണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് പരസ്പരം, അവിടെ പ്യുവർ ബ്ലഡും ഇംപ്യുവർ ബ്ലഡും മിക്സ് ആകുന്നുമുണ്ട്. പക്ഷെ കുഞ്ഞ് ജനിച്ച് ആദ്യമായി ബ്രീത്ത് എടുത്ത് തുടങ്ങുന്നത് മുതൽ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഒവാലെ ക്ലോസ് ആവുകയും 3 മാസത്തിനുള്ളിൽ ഈ ഒരു ഫൊറാമൻ ഒവാലെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആവുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയി കഴിയുകയും ചെയ്യുന്നു. എന്നാലും ആ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയ അവിടെ ഒരു ജസ്റ്റ് ഒരു തിക്കൻഡ് പോർഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് ഫോസ ഒവാലിസ്. മറ്റൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൊറാമൻ ഒവാലെ ക്ലോസ് ആയി ഫോം ചെയ്യുന്ന ആ ഒരു ചെറിയ ഡിപ്രഷൻ, അവിടെ ഒരു കുഴു പോലെ അല്ലെങ്കിൽ ഒരു തിക്കൻഡ് പോർഷനായിട്ട് നിങ്ങൾ കാണും. അത് എന്താണ്? അതിന് പറയുന്ന പേരെന്താന്ന് ചോദിച്ചാൽ അതിന്റെ പേരെന്താണ്? ഫോസ ഒവാലിസ്. ഫോസ ഒവാലിസ് എന്നാണ് പറയുന്നത്. ക്ലിയർ? ദ പോസ്റ്റീരിയർ വാൾ ഓഫ് ദ റൈറ്റ് ഏട്രിയം ആൻഡ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം ഹാസ് സ്മൂത്ത് സർഫസസ്. എന്നാൽ ആന്റീരിയർ വാൾ, പിന്നെ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏട്രിയത്തിന്റെ പോസ്റ്റീരിയർ സർഫസ് ഒക്കെ വളരെ സ്മൂത്ത് സർഫസ് ആണെങ്കിലും ആന്റീരിയർ സർഫസ് ഇച്ചിരി എന്താണ്, കട്ടിയുള്ള, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പോസ്റ്റീരിയർ സർഫസ് ഒക്കെ ഇവിടെ വളരെ സോഫ്റ്റ് ആണെങ്കിലും ആന്റീരിയർലി ഇവിടെയുള്ള ഈ ഭാഗത്ത് വളരെ തിക്ക് മസിൽസ് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് ആ മസിൽസിനെ പറയുന്ന പേര് പെക്റ്റിനേറ്റ് മസിൽസ് എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചോദിക്കും പെക്റ്റിനേറ്റ് മസിൽസ് എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പറയുക റൈറ്റ് ഏട്രിയത്തിൽ ആന്റീരിയർ പോർഷനിൽ കാണപ്പെടുന്ന തിക്കണ്ട് മസിൽസിനാണ് പെക്റ്റിനേറ്റ് മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതും ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് ഏട്രിയത്തിനകത്ത് പറയാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ റൈറ്റ് ഏട്രിയത്തിൽ പ്രധാനം ഹാർട്ടിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു തന്നു, അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു തന്നു, അതിന്റെ സർക്കുലേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് പ്രീവിയസ് ഒന്ന് വീഡിയോ ബാക്കിലോട്ട് എടുത്ത് ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കുക. അല്ല എങ്കിൽ ഓൾറെഡി നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് കണ്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂന്നാമത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇയർ പിന്ന, ഞാൻ ഓൾറെഡി പറഞ്ഞു ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തായാലും കുറേയൊക്കെ പോർഷൻസ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞല്ലോ, അപ്പൊ കുറച്ചെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. തെറ്റോ ശരിയോ ആകട്ടെ, ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇയർ പിന്ന ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് കാർട്ടിലേജ്. ഇയർ പിന്ന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇയർ പഠിക്കുമ്പോൾ നമ്മൾ സെൻസറി ഓർഗൻസ് പഠിക്കുമ്പോൾ ഐ പഠിക്കുന്നുണ്ട്, ഇയർ പഠിക്കുന്നുണ്ട്, നോസ് പഠിക്കുന്നുണ്ട്, സ്കിന്ന് പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിൽ ഇയർ പിന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ ഇയർ തന്നെ എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, മിഡിൽ ഇയർ ഉണ്ട്, പിന്നെ എന്താണുള്ളത്? നമ്മുടെ ഇന്റേണൽ ഇയറും ഉണ്ട്. ഇതിൽ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പുറമേ കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇയർ ഓറിക്കിൾ അല്ലെങ്കിൽ ഇയർ പിന്ന എന്ന് പറയുന്നത്. അപ്പൊ ഇയർ പിന്നായുടെ പ്രത്യേകത എന്താണ്? ഇയർ പിന്ന നമുക്ക് മടക്കാനും ചുളുക്കാനും നിവർത്താനും എല്ലാം പറ്റുന്നു അല്ലെ? അതാണ് ഇയർ പിന്നയുടെ പ്രത്യേകത. നമുക്ക് അതിന്റെ ആൻസർ എന്താന്ന് പഠിച്ച് പറയാം. ഓക്കെ, ഈ പ്രധാനമായി കാർട്ടിലേജസ് 3 ടൈപ്പാണ്. ഫസ്റ്റ് ഉള്ളത് ഹയാലിൻ കാർട്ടിലേജ് ആണ്. ഇത് ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ, ഹയാലിൻ കാർട്ടിലേജ് ആണ് ഇവിടെ ഉള്ളത്.
രണ്ടാമത്തത് ഇലാസ്റ്റിക് കാർട്ടിലേജ് ആണ്. മൂന്നാമത്തത് ഫൈബ്രോ കാർട്ടിലേജ് ആണ്. ഓക്കെ, ഒരാളവിടെ ഹയാലിൻ കാർട്ടിലേജ് എന്ന് പറഞ്ഞു, അതിന്റെ ഉത്തരം സ്വയം ഇപ്പൊ കണ്ടെത്തി പറയുക. ഓക്കെ, ഹയാലിൻ കാർട്ടിലേജ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? മെയിൻ ആയിട്ട് ഒരു 10 മാർക്ക് എസ്സേ ആണ് ടിഷ്യൂസിന്റെ ക്ലാസിഫിക്കേഷൻ. എപ്പിത്തീലിയൽ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂസ്, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂസ്, അങ്ങനെ പല ടൈപ്പായിട്ട് ഉള്ള ടിഷ്യൂസിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 10 മാർക്കിന്റെ എസ്സേ ആണ്. അതുപോലെ തന്നെ 10 മാർക്കും ചോദിക്കാം. ഇനി ഇതിനകത്തുള്ള ചെറിയ ഇപ്പോൾ സ്ട്രാറ്റിഫൈഡ് കോളംനാർ എപ്പിത്തീലിയം, സ്ക്വാമസ് കോളംനാർ എപ്പിത്തീലിയം, അല്ലെ, അങ്ങനെ ഏത് ടൈപ്പ് വേണമെങ്കിലും 2 മാർക്കിനും ചിലപ്പോൾ അതിന്റെ ഡിഫറൻസ് ബിറ്റ്വീനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ 2 മാർക്കിനും ചോദിക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യനും ചോദിക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഓർഗൻ പറഞ്ഞിട്ട്, ഇപ്പൊ നമ്മുടെ യൂറിനറി ബ്ലാഡറിനകത്ത് ഏത് തരം എപ്പിത്തീലിയമാണ് കാണുന്നത്, അവിടെ ഏത് തരം എപ്പിത്തീലിയമാണ് കാണുന്നത്? ട്രാൻസിഷണൽ എപ്പിത്തീലിയമാണ് യൂറിനറി ബ്ലാഡറിനകത്ത് കാണപ്പെടുന്നത്. കാരണം അത് നന്നായിട്ട് എന്ത് ചെയ്യണം, ബലൂൺ പോലെ നല്ല ഫ്ലൂയിഡ് ഫില്ലാകുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുകയും നമ്മുടെ യൂറിൻ എംറ്റി ചെയ്ത് കഴിയുമ്പോൾ അത് ചുരുങ്ങുകയും വേണം, അല്ലെ, റീകോയിൽ ചെയ്യുകയും വേണം. അതിന് സഹായിക്കുന്ന എപ്പിത്തീലിയമാണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം. യൂറിനറി ബ്ലാഡിന്റെ ഉള്ളിലുള്ളത് ട്രാൻസിഷണൽ എപ്പിത്തീലിയമാണ്. അങ്ങനെ പലതവണ ഓരോ ഓർഗൻസിലും ഏത് തരം ടിഷ്യൂസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കാർട്ടിലേജസും. മെയിൻ ആയിട്ട് നമുക്ക് 3 തരത്തിലുള്ള കാർട്ടിലേജ് ആണ് പഠിക്കാനുള്ളത്. ഹയാലിൻ കാർട്ടിലേജും, ഇലാസ്റ്റിക് കാർട്ടിലേജും, ഫൈബ്രോ കാർട്ടിലേജും. ഓൾറെഡി ടിഷ്യൂസിന്റെ ക്ലാസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവരാണെങ്കിൽ അത് കാണുക. ഇവിടെ നമ്മുടെ ഹയാലിൻ കാർട്ടിലേജ് എവിടെയാണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടിപ്സ് ഓഫ് റിബ്സ്, നമ്മുടെ റിബ്സ് ഉണ്ട്, അറിയാലോ, ചെസ്റ്റിൽ റിബ്സ് അറിയാലോ. റിബ്സ് വന്ന് ജോയിൻ ചെയ്യുന്ന ഭാഗം, നമ്മുടെ സ്റ്റേണത്തിലോട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് എന്തുണ്ട്? അവിടെ ഡയറക്റ്റ് ബോൺ വന്നല്ല അറ്റാച്ച് ചെയ്യുന്നത്, ബോണിന്റെ ടിപ്പിൽ കാർട്ടിലേജ് ഉണ്ട്. ആ കാർട്ടിലേജ് ആണ് സ്റ്റേണത്തിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അത് ഏത് തരം കാർട്ടിലേജ് ആണ്? ഹയാലിൻ കാർട്ടിലേജ് ആണ്. ഓക്കെ, എവിടെയൊക്കെയാണ്? ടിപ്സ് ഓഫ് റിബ്സ് ആൻഡ് ബോൺസ് ഓഫ് സ്റ്റേണം. അതുപോലെ തന്നെ കവറിംഗ് ബോൺ സർഫസസ് അറ്റ് സൈനോവിയൽ ജോയിന്റ്. നിങ്ങൾ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ ടൈപ്സ് ഓഫ് ജോയിന്റ്സ് പഠിച്ചിട്ടുണ്ടാവും. അവിടെ സൈനോവിയൽ ജോയിന്റ്സ് പഠിച്ചിട്ടുണ്ടാവും, അല്ലെ. സൈനോവിയൽ ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ 2 ബോണുകൾ തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. പക്ഷെ അവിടെ തമ്മിൽ എന്ത് ചെയ്യുന്നു? അവിടെ ഉരയാനും ഡാമേജ് വരാനും, ബോണിന് ഡാമേജ് വരാനും ചാൻസ് ഉണ്ട്. ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ 2 ബോണുകൾ തമ്മിൽ ഇവിടെ കണക്റ്റ് ആകുന്നു. പക്ഷെ ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? അറ്റാച്ച് ചെയ്യുന്നില്ല. അവിടെ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയാണ് സൈനോവിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഫ്ലൂയിഡിന് സൈനോവിയൽ ഫ്ലൂയിഡ് എന്നും പറയുന്നു. ഇത്തരത്തിൽ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ജോയിന്റുകളെയാണ് എന്ത് പറയുന്നത്? സൈനോവിയൽ ജോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഈ 2 ബോണുകളുടെയും അഗ്രഭാഗങ്ങൾ, ഇങ്ങനെ ഒരു ബോൺ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ബോൺ വരുന്നുണ്ട്. അതിന്റെ 2ന്റെയും അഗ്രഭാഗങ്ങൾ തമ്മിൽ ഉരയാതിരിക്കാൻ വേണ്ടി അവിടെ എന്തുണ്ട്? ഒരു കാർട്ടിലേജ് ഉണ്ട്. അത് ഏത് തരം കാർട്ടിലേജ് ആണ്? അത് ഹയാലിൻ കാർട്ടിലേജ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? എവിടെയൊക്കെയാണുള്ളത്? റിബ്സിന്റെ ടിപ്സിലും സ്റ്റേണത്തിൽ ബോണുകൾ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തും നമ്മുടെ ഹയാലിൻ കാർട്ടിലേജ് കാണുന്നുണ്ട്. സൈനോവിയൽ ജോയിന്റ്സിന്റെ ബോണി സർഫസ്, സൈനോവിയൽ ജോയിന്റിൽ 2 ബോണുകൾ വന്ന് ജോയിൻ ചെയ്യുകയാണ്, അല്ലെ. അവിടെ ഈ 2 ബോണുകളുടെയും അഗ്രഭാഗത്ത് ആർട്ടിക്കുലാർ കാർട്ടിലേജ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അതിനെ ഏത് തരം കാർട്ടിലേജ് ആണ് അവിടെ കാണുന്നത്? ഹയാലിൻ കാർട്ടിലേജ് ആണ് അവിടെ കാണുന്നത്. അത് പറയാം. അതൊരു മറ്റൊരു എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മുടെ വോയിസ് ബോക്സ് അല്ലെങ്കിൽ ലാരിങ്സിൽ എന്തുണ്ട്? ഹയാലിൻ കാർട്ടിലേജ് ഉണ്ട്. ട്രക്കിയ നിർമ്മിച്ചിരിക്കുന്നതിനകത്ത് ഹയാലിൻ കാർട്ടിലേജ് ഉണ്ട്. ബ്രോങ്കൈ നിർമ്മിച്ചിരിക്കുന്നതിൽ ഹയാലിൻ കാർട്ടിലേജ് ഉണ്ട്. നാസൽ സെപ്റ്റം, മൂക്കിന്റെ നാസൽ സെപ്റ്റത്തിലും ഹയാലിൻ കാർട്ടിലേജ് ഉണ്ട്. അവയുടെ ഫംഗ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഞാനിവിടെ ജസ്റ്റ് എവിടെയൊക്കെയാണ് ഹയാലിൻ കാർട്ടിലേജസ് ഉള്ളത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എവിടെ? റിബ്സിലുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റിപ്പീറ്റഡ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണിത്. കാർട്ടിലേജസ് മാത്രമായിട്ട് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ 3 ടൈപ്പ് കാർട്ടിലേജ് മാത്രം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടന്റ് എത്ര നിങ്ങൾ കുറച്ച് പഠിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല. 5 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ 3 പേജ്, എക്സാമിന്റെ 3 പേജ് നിങ്ങൾ വിശദീകരിച്ച് എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കണക്കാക്കി പഠിക്കുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ച് പഠിക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് കാർട്ടിലേജ് ആണ് ഇലാസ്റ്റിക് കാർട്ടിലേജ് എന്ന് പറയുന്നത്. അത് എവിടെയൊക്കെയാണ് കാണുന്നത്? നമ്മുടെ ഇയറിന്റെ എക്സ്റ്റേണൽ ഓറിക്കിൾ, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണത്. ഇയർ പിന്ന അല്ലെങ്കിൽ ഇയർ ഓറിക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇലാസ്റ്റിക് കാർട്ടിലേജ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ എപ്പിഗ്ലോട്ടിസ്, എപ്പിഗ്ലോട്ടിസ്,
ഓഡിറ്ററി കനാൽ, നമ്മുടെ മിഡിൽ ഇയറിൽ വരുന്ന ഓഡിറ്ററി കനാല്, പിന്നെ നമ്മുടെ ലാരിങ്സിനകത്തുള്ള കാർട്ടിലേജ് അല്ല ക്യൂണിഫോം കാർട്ടിലേജ് എന്ന് പറഞ്ഞൊരു കാർട്ടിലേജ് ലാരിങ്സിലുണ്ട്, അതും. ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇലാസ്റ്റിക് കാർട്ടിലേജ് കൊണ്ടാണ്. എവിടൊക്കെയാണ്? ഇയറിന്റെ പിന്ന, എക്സ്റ്റേണൽ ഇയർ പിന്ന, എപ്പിഗ്ലോട്ടിസ്, ഓഡിറ്ററി കനാൽ, പിന്നെ നമ്മുടെ ലാരിങ്സിലുള്ള ക്യൂണിഫോം കാർട്ടിലേജ്, ഇതെല്ലാം ഇലാസ്റ്റിക് കാർട്ടിലേജ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ഫൈബ്രോ കാർട്ടിലേജ്. എവിടെയാണ് ഫൈബ്രോ കാർട്ടിലേജ് കാണുന്നത്? പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളതാണ്. നീ ജോയിൻറ്റ്സ്, നമ്മുടെ കാൽ മുട്ടിൽ കാണപ്പെടുന്ന പാഡ്, നീ ജോയിന്റിൽ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കുന്നതാണ്, നമ്മുടെ കാൽ മുട്ടിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്, ചിലരൊക്കെ പറയും കാലിന്റെ ചിരട്ട എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്, വളരെ തിക്ക്, നമ്മുടെ ബോണിന്റെ അത്രയും തിക്കല്ലാത്ത ഒരു ഭാഗം, അതിനെയാണ് നമ്മൾ പാഡ്, നീ പാഡ് എന്ന് പറയാറുണ്ട്. അത് നിർമ്മിച്ചിരിക്കുന്നത് ഫൈബ്രോ കാർട്ടിലേജ് കൊണ്ടാണ്. പിന്നെ നമ്മുടെ പെൽവിസിൽ, പെൽവിക് ബോൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, സ്കെൽറ്റൽ സിസ്റ്റത്തിൽ. പെൽവിക് ബോണിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ബോണിനെ എന്താ പറയുന്നത്? പ്യൂബിക് ബോൺ എന്നാണ് പറയുന്നത് അല്ലെ. പ്യൂബിസിന്റെ ബാക്കിലായിട്ട് വരുന്ന ബോണാണ് പ്യൂബിക് ബോൺ. അപ്പൊ ഈ പ്യൂബിക് ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഭാഗം, ഒരു കാർട്ടിലേജ് വരുന്നുണ്ട്, അത് ഫൈബ്രോ കാർട്ടിലേജ് ആണ്. പിന്നെ നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ നമ്മുടെ വെർട്ടിബ്രൽ കോളത്തില് ഓരോ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക്, വെർട്ടിബ്രൽ ഡിസ്കിന് ഇടയിലായിട്ട് ഈ നീല കളറിൽ നിങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ലേ, അതും ഫൈബ്രോ കാർട്ടിലേജ് ആണ്. ഇതും ഓൺവേർഡ് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളതാണ്. ഫൈബ്രോ കാർട്ടിലേജ് എവിടെയൊക്കെയാണ് കാണുന്നത്? നീ ജോയിന്റ് പാഡ്, പിന്നെ എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ പ്യൂബിക് ബോൺ ഓഫ് പെൽവിസ്, ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക്, ഇതെല്ലാം ഫൈബ്രോ കാർട്ടിലേജസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് കാണാതെ പഠിക്കുക തന്നെ വേണം. ഫൈബ്രോ കാർട്ടിലേജും പിന്നെ നമ്മുടെ ഇലാസ്റ്റിക് കാർട്ടിലേജും ഹയാലിൻ കാർട്ടിലേജും, ഇത് മൂന്നും ഓരോ നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻസ് വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടിഷ്യൂസും മുഴുവനായിട്ട് മൊത്തത്തിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നാലാമത്തെ ഓൺവേർഡ് ക്വസ്റ്റ്യൻ ആണിത്. ഫങ്ഷണൽ ഏരിയ നമ്പർ 4 ഓഫ് സെറിബ്രൽ കോർട്ടെക്സ് ഈസ്. അതായത് നമ്മൾ സെറിബ്രം, നെർവസ് സിസ്റ്റം നിങ്ങൾ അനാട്ടമി ഫിസിയോളജി പഠിച്ചിട്ടുണ്ടാവും, ഓൾറെഡി ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്പൈനൽ നെർവ്സ് ആണ് ഞാൻ അന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറ്. സ്പൈനൽ നെർവ്സും റിഫ്ലെക്സ് ആർക്കുമാണ് അന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ വിട്ട പോർഷൻസ്. അതിൽ സ്പൈനൽ നെർവ്സ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് റിഫ്ലെക്സ് ആർക്കാണ്, അതും അടുത്തൊരു ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നെർവസ് സിസ്റ്റത്തിൽ സെറിബ്രത്തിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ അതിൽ സെറിബ്രത്തിൽ കോർട്ടക്സ് എന്നും മെഡില എന്നും പറഞ്ഞിട്ട് സ്ട്രക്ചർ പഠിച്ചായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ഫങ്ഷണൽ ഏരിയാസ്, ഓരോരോ ഏരിയാസിന് 1, 2, 3. പക്ഷേ ആക്ച്വലി ഞങ്ങളൊക്കെ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഈ ഫങ്ഷണൽ ഏരിയ ഒന്നും ഞങ്ങൾക്ക് ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ലായിരുന്നു, അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ആരും നോക്കി പോകത്തുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കും, ഒരു മാർക്ക് വളരെ വിലപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഫങ്ഷണൽ ഏരിയ കാണാതെ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ നിങ്ങളത് കാണാതെ പഠിക്കണം. ഇന്ന് നമ്പർ 4 ചോദിച്ചെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും നമ്പർ ഫങ്ഷണൽ ഏരിയ ചോദിക്കാം. അപ്പോൾ ഫങ്ഷണൽ ഏരിയ നമ്പർ 4 എന്ന് പറഞ്ഞാൽ ആൻസർ ഓർക്കുക, ഇറ്റ് ഈസ് ദിസ് ഫങ്ഷൻ ഓഫ് നമ്പർ 4 ഫങ്ഷണൽ ഏരിയ ഈസ് മോട്ടോർ. ഓക്കെ, ചലനത്തിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷണൽ ഏരിയ ആണ് നമ്പർ 4 എന്ന് അറിയപ്പെടുന്നത്. ഞാൻ അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം, അപ്പോൾ അത് ക്ലിയർ ആവും. ഇത് നമ്മുടെ നോർമൽ ബ്രെയിൻ ആണ്. ബ്രെയിനിലുള്ള എല്ലാ പാർട്സുകളും നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇത് നമ്മുടെ സെറിബ്രം ആണ്, ഏറ്റവും മുകളിലുള്ള ഭാഗം. അത് കഴിഞ്ഞാൽ നെറ്റ് കട്ടായിട്ടുണ്ടാവുമല്ലോ, ഇല്ലല്ലോ.